നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. 2024 കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ മാർക്ക് അനുസരിച്ച് ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ എൻട്രൻസിൻ്റെ റാങ്ക് തയ്യാറാക്കുന്നതിലേക്കായി ICAR.org.in അല്ലെങ്കിൽ ICAR.admission.in എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇന്ത്യയിലുള്ള അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട 12 പ്രോഗ്രാമുകളിലേക്കാണ് ICAR-ൻ്റെ റാങ്ക് ഉപയോഗിക്കുന്നത്. BSc അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള ഈ 12 പ്രോഗ്രാമുകളിലും ഇന്ത്യയിലുള്ള ഏതാണ്ട് 62ഓളം യൂണിവേഴ്സിറ്റികളിലെ വിവിധ പ്രോഗ്രാമുകൾക്കാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ പിന്നീട് നടക്കുന്നത്. ആദ്യം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ ICAR.admission.in എന്ന വെബ്സൈറ്റിൽ ചെയ്യേണ്ടത്. ആഗസ്റ്റ് 23 വൈകുന്നേരം 11:59 വരെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുമുള്ള അവസരം. അതിനുശേഷം ICAR ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം 12 പ്രോഗ്രാമുകളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് ഓൺലൈൻ ചോയ്സ് ഫില്ലിംഗ് ആരംഭിക്കും. അതിനുശേഷമാണ് അലോട്ട്മെൻറ്റ് നടപടികൾ. 3 അലോട്ട്മെൻറ്റുകളായിരിക്കും ഉണ്ടാവുക. ആ അലോട്ട്മെൻറ്റ് നടപടികളിലേക്ക് ICAR കടക്കുന്നത്. ആദ്യമായി നമുക്ക് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിലൂടെ BSc അഗ്രികൾച്ചർ കേരളത്തിലെ 4 കോളേജുകളിൽ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അങ്ങനെയുള്ള BSc അഗ്രികൾച്ചറിനും 12 പ്രോഗ്രാമുകൾക്കും ഇന്ത്യയിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടവരാണ് ഇപ്പോൾ ഈ രജിസ്ട്രേഷനിൽ പങ്കെടുക്കേണ്ടവർ. CUET 2024 എക്സാം എഴുതിയവരായിരിക്കണം. ICAR എന്ന യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്തവരും ആയിരിക്കണം. നമുക്കറിയാം, കേരളത്തിലെ 4 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ 85% സീറ്റുകളും നീറ്റിൻ്റെ മാർക്കനുസരിച്ച് തയ്യാറാക്കിയ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. എന്നാൽ കേരളത്തിലെ ഈ 4 കോളേജുകളിലെ 15% അടക്കം ഇന്ത്യയിലെ അഗ്രികൾച്ചർ മേഖലയിലെ മുഴുവൻ ഓൾ ഇന്ത്യ കോട്ട സീറ്റും ഫില്ല് ചെയ്യുന്നത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൽ നിന്നാണ്. 2024 മെയ് മാസം 15 മുതൽ ആരംഭിച്ച കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൽ നിന്നാണ് ഈ ICAR-ൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റാങ്ക് ലിസ്റ്റിൽ നിന്നും BSc അഗ്രികൾച്ചർ, BSc ഹോർട്ടിക്കൾച്ചർ, BFC ബാച്ചുലർ ഓഫ് ഫിഷറീസ്, അതുപോലെ തന്നെ ഫോറസ്ട്രി, കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, സെറികൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ബയോടെക്നോളജി, അതുപോലെ ഈ വർഷം പുതിയതായി വന്നിരിക്കുന്ന നാച്ചുറൽ ഫാമിംഗ് എന്നീ 12 പ്രോഗ്രാമുകൾക്കാണ് വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് നമുക്ക് ചോയ്സുകൾ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത്. ആഗസ്റ്റ് 23 നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ICAR-ൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം 3 ഓൺലൈൻ അലോട്ട്മെൻറ്റുകളിലൂടെ നമുക്ക് ഈ 12 പ്രോഗ്രാമുകളിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് ചോയ്സുകൾ ഫില്ല് ചെയ്യാം. കേരളത്തിലെ തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അടക്കം തമിഴ്നാട്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ പ്രവേശനമാണ് ICAR ഓൾ ഇന്ത്യ റാങ്കിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓഗസ്റ്റ് 23 ഓൺലൈനായി രജിസ്റ്റർ ചെയ്യേണ്ട വിവിധ ഗൈഡ് ലൈൻസ് ICAR.admission.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലോഗിൻ എന്ന ID മുഖാന്തരമാണ് നമ്മൾ ആദ്യ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത്. 7 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ്, അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. നമ്മൾ ഏത് ഫോട്ടോയും വേണമെങ്കിലും, നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉൾപ്പെടെ CUETക്ക് അപ്ലൈ ചെയ്ത ഏത് ഫോട്ടോയും നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുന്നു. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ 12th സബ്ജക്റ്റ് മാർക്കുകൾ, CUETയുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, അതിൻ്റെ മാർക്ക്. ഒരു വ്യക്തി ചിലപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി 4 സബ്ജക്റ്റും എഴുതിയേക്കാം. അതിലെ ഉയർന്ന 3 മാർക്കുകളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആകെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എഴുതിയവർക്ക് ആ എഴുതിയ 3 മാർക്കുകളും സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നു. കൺഫേം ചെയ്യുന്ന ഈ പ്രോസസ്സ് 23 വൈകുന്നേരം 11:59 വരെ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിനായിട്ട് നമ്മൾ CUETയുടെ അഡ്മിറ്റ് കാർഡ്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിനായിട്ട് ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ തഹസീൽദാരിൽ നിന്ന് കിട്ടുന്ന നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, SC/ST വിഭാഗമൊക്കെ ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. +2 മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ ഡൊമിസിൽ
ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ ഉണ്ടെന്നുള്ളതിൻ്റെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം, TC അപ്ലോഡ് ചെയ്യണം, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ നമുക്ക് റീഫണ്ട് കിട്ടുന്നതിനായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ അല്ലെങ്കിൽ പാസ്ബുക്കിൻ്റെ ഒരു കോപ്പിയും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. BSc അഗ്രികൾച്ചറും അനുബന്ധ കോഴ്സുകൾക്കും പ്രവേശനം കിട്ടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എഴുതിയ എല്ലാ വിദ്യാർത്ഥികളും ഈ മേഖലയിലെ പ്രവേശന സാധ്യതകൾ ഉറപ്പാക്കുന്നതിനായി ICARadmission.in എന്ന വെബ്സൈറ്റ് വഴി 23-ാം തീയതിക്കകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതും ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓൺലൈൻ ചോയ്സ് ഫില്ലിംഗ് നടത്തേണ്ടതുമാണ്. ഓൺലൈനായിട്ട് 3 അലോക്കേഷനിലൂടെ നിങ്ങൾക്ക് താല്പര്യമുള്ള അഗ്രികൾച്ചറിൻ്റെയും മറ്റ് അനുബന്ധ കോഴ്സുകളുടെയും യൂണിവേഴ്സിറ്റി പ്രവേശനം ഉറപ്പാക്കുകയും 3 ഓൺലൈൻ അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് യൂണിവേഴ്സിറ്റികളിൽ നേരിട്ട് ചെന്ന് അഡ്മിഷൻ ഉറപ്പാക്കുകയും ചെയ്യാം. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓൺലൈൻ സീറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.